Next, question number 1 from exercise 8.2. ABCD be a quadrilateral in which PQ, R and S are midpoints of the side AB, BC, CD and DA. AC is diagonal. Show that SR parallel to AC, SR equal half of AC, PQ equal SR and PQRS is a parallelogram. അപ്പോൾ ഇത് ബേസ്ഡ് ഓൺ മിഡ് പോയിൻറ്റ് തിയറാണ്. ഓക്കെ, സോ നമ്മൾ PQRSR മിഡ് പോയിൻറ്റ്, സോ ജസ്റ്റ് ഒന്ന് ഷാർപ്പൺ ചെയ്ത് കൊടുക്കാം. നമ്മളുടെ ഡ്യൂട്ടി എന്താണ്? നമ്മളുടെ ഡ്യൂട്ടി ഒരു ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക. ഓക്കെ, ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇൻസൈഡ് ഇതുപോലെ ട്രയാങ്കിൾ സെലക്ട് ചെയ്യുക. അതിൻ്റെ ഇൻസൈഡ് മിഡ് പോയിൻറ്റ്സ് ഉണ്ടാവണം. അപ്പം ഞാനിങ്ങനെ ട്രയാങ്കിൾ സെലക്ട് ചെയ്തു. അതിൻ്റെ ഇൻസൈഡ് മിഡ് പോയിൻ്റ് ഉണ്ട്. അപ്പം നമുക്ക് ഏതെങ്കിലും ഒരു ട്രയാങ്കിളിൽ മിഡ് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളപ്പോൾ മിഡ് പോയിൻറ്റ് തിയറി ചെയ്തു. അപ്പോൾ ട്രയാങ്കിളിൻ്റെ നെയിം നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഞാൻ ഇവിടെ റബ്ബ് ചെയ്ത് നിങ്ങളുടെ മൈൻഡിൽ ആ ട്രയാങ്കിൾ ഇതാക്കുക. DAC എന്നാണ് ട്രയാങ്കിളിൻ്റെ നെയിം. അതിലാണ് 2 മിഡ് പോയിൻറ്റ്സ് ഉള്ളത്. സോ ഇൻ ട്രയാങ്കിൾ DAC, in triangle DAC, മിഡ് പോയിൻറ്റിൻ്റെ നെയിം S and R. ഇപ്പോൾ ജസ്റ്റ് ഒരു ഡോട്ട് ഇവിടെ ഇട്ട് കൊടുക്കാം. S and R be the മിഡ് പോയിൻറ്റ്. സോ റിസൾട്ട് എന്തായിരിക്കും? ആ SR ജോയിൻ ചെയ്യുന്ന ലൈൻ പാരലൽ ടു ബേസ് ലൈൻ. സോ SR പാരലൽ ടു AC ആൻഡ് അതിൻ്റെ കൂടെ ഈക്വൽ SR ഈക്വൽ ഹാഫ് ഓഫ് AC. സോ ഫസ്റ്റ് പാർട്ടിൻ്റെ പ്രൂഫ് ഫിനിഷായി. ഓക്കെ, സോ നെക്സ്റ്റ് വൺ PQ ഈക്വൽ ടു SRും കൂടി വരണം. അപ്പം നമുക്ക് വേറെ 2 മിഡ് പോയിൻറ്റ്സും കൂടി ഉണ്ട്. അതാരാ? Pയും Qവും. അപ്പം അവർ വരുന്ന ട്രയാങ്കിൾ ആരാ? Pയും Qവും ABC. വാട്ട് ഇസ് ദാറ്റ്? ABC ട്രയാങ്കിൾ. അപ്പം അത് വെച്ചിട്ട് പിന്നെ അത് സ്റ്റാർട്ട് ചെയ്യണം. ഓക്കെ, ഇൻ ട്രയാങ്കിൾ ABC ഫസ്റ്റ് വണ്ണിൻ്റെ പ്രൂഫ് ഫിനിഷായി കേട്ടോ. ഇനി സെക്കൻഡ് വണ്ണിൻ്റെ പ്രൂഫാണ് ചെയ്യുന്നത്. ഇൻ ട്രയാങ്കിൾ ABC P ആൻഡ് Q അല്ലേ? ABCയിൽ Pയും Qവും മിഡ് പോയിൻ്റ് ആണ്. ക്വസ്റ്റ്യനിൽ ഗിവൺ ആണ്. QR മിഡ് പോയിൻറ്റ്സ്. വാട്ട് ഈസ് ദ റിസൾട്ട്? PQ പാരലൽ ടു ആ മിഡ് പോയിൻ്റ് ജോയിൻ ആക്കുന്ന ലൈൻ പാരലൽ ടു AC PQ ഈക്വൽ ടു ഹാഫ് ഓഫ് AC. അങ്ങനെ 2 മിഡ് പോയിൻറ്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് വരും. ഓക്കെ, ഇനി നമ്മൾ ഈ റിസൾട്ട് കിട്ടണമെങ്കിൽ ഈക്വൽ ടു കേസുകൾക്ക് ഒന്ന് അണ്ടർലൈൻ ചെയ്ത് വെക്കാം. ഇതിൻ്റെ റൈറ്റ് സൈഡ് എന്താണ്? റൈറ്റ് സൈഡ് സെയിം ആണ്, ഹാഫ് ഓഫ് AC ആണ് രണ്ടിൻ്റെയും റൈറ്റ് സൈഡ്. അപ്പോൾ ഇതിന് 1, ഇതിന് 2 എന്ന് കൊടുക്കാം. സോ ഫ്രം 1 and 2 SR ഈക്വൽ ടു PQ. സെക്കൻഡ് പാർട്ട് ഈസ് ഓവർ. ഓക്കെ, ഇനി നെക്സ്റ്റ് ഫോർ തേർഡ് വൺ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും. നെക്സ്റ്റ് വൺ ആ പാരലലിൻ്റെ കേസും കൂടി ഒന്ന് നോക്കുക. ഇത് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുക്കുക. ഇവിടെയും ഒരു പാരലൽ ഉണ്ടായി. ഇത് ഇക്വേഷൻ നമ്പർ 4 എന്നും കൊടുക്കുക. 3യുടെയും 4ൻ്റെയും റൈറ്റ് സൈഡിൽ AC ആണ്. സോ ഫ്രം 3 and 4 what is that? 3 and 4 SR parallel to AC, PQ parallel to AC. So we will write SR parallel to PQ. അപ്പം നമുക്ക് ഇവിടെ SR parallel to PQ എന്ന് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, SR parallel to PQയും SR equal to PQയും കിട്ടിയിട്ടുണ്ട്. നമുക്കതൊന്ന് ഫിഗറിൽ മാർക്ക് ചെയ്യാം. ഞാൻ 4th വണ്ണാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഫിഗറിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഓക്കെ, SR parallel to PQ, SR parallel to PQ and SR equal to PQ. ഇങ്ങനെ ഒരു കേസ് വന്നാൽ ഇതൊരു പാരലോഗ്രാമാണ്, ഓപ്പോസിറ്റ് സൈഡ് പാരലൽ. സോ 4th വണ്ണിൻ്റെ പ്രൂഫ് നമുക്ക്
PQRS പാരലോഗ്രാം എന്ന് പ്രൂവ് ചെയ്യാണ്. അപ്പം നമുക്ക് എന്തൊക്കെ റിസൾട്ടാണ്? ഫ്രം സെക്കൻഡ് വൺ PQ ഈക്വൽ SR നമ്മൾ പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഫ്രം സെക്കൻഡ് വൺ. പിന്നെ കുറച്ച് മുന്നേ നമ്മൾ PQ പാരലൽ ടു SR എന്നും എഴുതിയിട്ടുണ്ട്. ഓക്കെ, ഫ്രം ദിസ് ടു, opposite side parallel and opposite side equal, that implies PQRS parallelogram. Okay, proof finished.